ഫിഫുടാ എന്തിനായിരിക്കും ആ പെൺകൊച്ചു എന്നെ ഇങ്ങനെ നോക്കണത്? ഇത് അത് തന്നെയാണ് പ്രേമം. പ്രേമം? ആ എടാ, ആ കൊച്ചു ഇങ്ങനെ നോക്കണ്ടെങ്കിൽ അത് പ്രേമല്ലാണ്ട് വേറെ തേങ്ങാവനാണ്. ഇത് പ്രേമൊന്നായിരിക്കൂല. എന്നാ പിന്നെ ചുമ്മാ നോക്കണായിരിക്കും. ചുമ്മാ നോക്കണമല്ല, എന്തോ ഉണ്ട്. എന്തോ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. കേട്ടല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? അത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒന്ന് ചോദിക്കാന്നേ. അത് മോശമായി പോടാ. എന്തു മോശം? എടാ, ആ കൊച്ചു നിന്നല്ലേ നോക്കണത്. നമ്മള് നാളെ ചെല്ലുന്നു, ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു, ഈ നോട്ടത്തിനൊരു തീരുമാനമാക്കുന്നു. കലാസ് ഐഡിയ എങ്ങനെ? ഇത് കൊള്ളാട്ടാ. അതൊക്കെ കൊള്ളാം. പക്ഷെ നീ ഒന്ന് വന്ന് ഇത് ആകെ മൊത്തം പിടഞ്ഞൂത്തി കിടക്കുന്നത് ഞാനാണ് ഇങ്ങനെ ആക്കിയത്. ഞാനൊരു സംഭവം അല്ലടാ. എടാ ഒന്ന് വന്നേടാ, നീ വാ, ഇത് പിടിച്ചേ. ഒന്ന് മാറും സഹോദരി, ഒരു ഇത്തിരി ഗ്യാപ്പ്. കുട്ടിക്ക് എന്നോട് എന്തോ പറയാനില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എന്താ വേണ്ടേ? ഇത് വല്ലാത്ത ശല്യമായല്ലോ. അല്ല, അത് അങ്ങനെയല്ല. പോയി തരൂ പ്ലീസ്. താനൊന്ന് പോരുണ്ടോ? ഇല്ല ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ല, കുട്ടി ഓർക്കണല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ. ഇവനാണല്ലേ കോളേജിലെ വലിയ ദാദാ. അടി ഇടി ബഹളവും. ഇവനാരാ കോളേജിലെ കുട്ടിയോ? എനിക്കറിയാൻ പാടില്ല ഇവനാരാ. നീ എന്ത് ചിന്തരാളിക്കൊണ്ടിരിക്കുകയാണ്? കൊറേ നേരം ആയല്ല. എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഫിഫു. എടാ, ഇന്ന എത്ര രൂപ നോക്കണം? അതും പറഞ്ഞ് ഞാൻ ചോദിക്കാൻ നിൽക്കും. വെറുതെ ചോദിച്ചാൽ നാളെ നാറി. എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയരുതട്ടാ. നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങനെ തേങ്ങനെ ചക്കണെന്നൊക്കെ? അതുകൊള്ള നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ ചടവറാ നോട്ടോടുന്നു. നീ കണ്ടല്ലേടാ ആ കൊച്ചു എന്നെ ഫ്ലെക്സിമോ നോക്കിക്കണത്? എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ. പഴംപൊരി. എന്റെ പഴംപൊരി ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ബെല്ലടിച്ചു. ക്ലാസ്സിൽ പോടാം. ഞാൻ പോട്ടെന്നാ. ശരി, എന്തായാലും കാണാം. ഈ തങ്കപ്പെട്ട കൊച്ചാനോട് നിന്നോട് കലിപ്പായി സംസാരിച്ചെന്ന് പറഞ്ഞോണ്ണയാ. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇതെന്ത് തേങ്ങയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ അത് ചോദിക്കണല്ലോ. നീ വന്നടാ, ചോദിച്ചിട്ട് വരും. നടക്കില്ലും അത് പിന്നെ ചോദിച്ചു അവിടെ വെക്കത്. നടക്ക്. ഒരു കുട്ടി പഴംപൊരി കടിച്ചു പോകണ്ട. അല്ല തൊളവട, നീ വന്നടാ. മുള്ളു ഇപ്പൊ അവിടെ പോയി. ഇവിടെ ഇല്ല, അപ്പുറത്തെ ക്ലാസ്സിലായിരിക്കും. നോക്കിയേ, എന്താണ് ഈ കാണുന്നത്? എന്തോരം കോഴ്സല്ലടാ ഫിഫു നമ്മുടെ കോളേജില്. ഈ കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ മോളിൽ കൂടെ പോകാം. ഇതാണല്ലേ കുട്ടി ഓർക്കണല്ലേ ക്യാൻറ്റീനിൽ വെച്ച്? സർ, അവിടെ ആരോ. അയ്യോ, ആരുല്ല. കാണാൻ നല്ല വെളുത്തിട്ടൊരു കുട്ടി, ബാക്കിലേക്ക് മുടിയൊക്കെ പിന്നിട്ടിട്ട് കയ്യിലൊരു പഴംപൊരി ഉണ്ട്. ഞാനാണോ ചേട്ടാ? നീ ഏതാണ്? ഞാൻ കണ്ടടാ അവളെ. ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്ത് കുഴപ്പം? അവൾക്ക് 3 സിനിമയെ തനിച്ചുണ്ട് അസുഖം തോന്നുന്നു. എന്ത് പൈപ്പോളാറാ? ഞാൻ കണ്ടിട്ട് തീരുമാനിക്കാം. അവക്കാണ് സുഖം, നിനക്കാണ് സുഖം. എവിടെ അവള്? ബെല്ലടിച്ചല്ല. ഇനിയിപ്പോ നോക്കാല്ലാണ്ട് എന്ത് ചെയ്യാനായിട്ടാണ്? ഒന്നുമില്ല, വെറുതെ ഈ ക്ലാസ്സല്ലേ കണ്ടെന്നോ? ഇവിടെ ആദ്യം കാണുമ്പോ ചിരിക്ക, പിന്നെ കാണുമ്പോ ദേഷ്യപ്പെടാ. ഇവളെന്താ ഇങ്ങനെ? ഒന്നും അങ്ങോട്ട് ശരിയാവുള്ളല്ലോ. അവളാരാണ് എന്താണെന്നുള്ളത് ഇന്നറിയും.
കൊറേ നാളായി അവള് തുടങ്ങിയിട്ട്. കണ്ടില്ലേ എന്തോ കുഴപ്പമില്ലേ? ഇന്നലെ അവള് കലിപ്പായിരുന്നു, ഇപ്പൊ അവള് ചിരിക്കുന്നത് കണ്ട. നിർത്തിയ നീ, അവക്കല്ല കുഴപ്പം, നിനക്കാണ്. എന്ത് കുഴപ്പം? എന്താണെന്നാ കണ്ടില്ല? അതിപ്പോ വണ്ടി നിർത്തി ചാടിയാണ്. എനിക്ക് തോന്നണ നിന്നോടൊന്നും മുടിഞ്ഞ പ്രേമോണെന്ന്. ഇതൊക്കെയാണ് പ്രാന്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. എന്തായാലും ക്യാൻറ്റീനിൽ വെച്ച് കാണാന്ന് പറഞ്ഞില്ലേ? ഈ വണ്ടി വിടില്ലായിരുന്നു. ഇപ്പൊ തന്നെ ചോദിക്കാന്നേ. അങ്ങനെ വിട്ടാ പറ്റൂല. ആരുമില്ല, വണ്ടി വിട്ടോ. എടാ ചോദിക്കണ, നീ ഇവിടെ നിക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇന്ന് ഇതിനൊരു തീരുമാനം. അയ്യോ സോറി പൊക്കോ. ഇവിടെ തീരുകയാണല്ലേ. എന്താണ്? ഒരു പഴംപരി എടുക്കട്ടെ? ആരും കണ്ടില്ല. എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു പഴംപരി വേണമെന്ന് വെച്ചിട്ട് എന്നിട്ട് അടി മേടിച്ചിട്ട് നാണോല്ലാണ്ട് വന്നേക്കട്ടെ നാറി പാടാ. അവരുടെ അടുത്ത് പോയി ചോദിക്കാടോ. അങ്ങനെ ഇട്ടാ പറ്റൂല്ലോ. ഇന്നെന്താണ് സാരിയൊക്കെ എടുത്ത്? 3 പേരുടെയും പിറന്നാളാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെയൊക്കെ നോക്കി. ഇന്ന് മലയാണ്മയുടെ പരിപാടിയാ വരണില്ലേ? മലയാണ്മ ഇതാണല്ലേ മലയാണ്മ? അതെ, മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതെങ്ങനെ? വല്ലപ്പോഴൊക്കെ ക്ലാസ് കയറണം, എന്നാലല്ലേ അറിയൂ. പിന്നെ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട്. എടാ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ടെന്ന്. ഇതെന്തോ വലിയ പരിപാടിയാന്ന് തോന്നേ. കൂൾ മൈ ഫ്രണ്ട്, റിലാക്സ്. അതെ, ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട്? നാടൻ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടേ ചെറിയ പരിപാടി ഒന്നല്ല, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോഴേക്കും അവളൊന്ന് കൂളാവും. പിന്നെ നമുക്ക് തീരുമാനമാക്കാം. മലയാണ്മ സൂപ്പർ. പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനോറും. ഇവിടെ ഞാൻ മതിലടി പോയി കാണാം. കാണാനില്ലോടാ. എന്തു ചേട്ടാ? ഒന്നുമില്ലടാ, വിട്ടോ. വണ്ടി എടുക്ക്. കൊറേ നാളെ അവൾ ഈ പരിപാടി ചോദിക്കണം. അവിടെ എന്താ ഞാൻ പറഞ്ഞ കാര്യം? പറയല്ലേ അപ്പൊ? ഇതെന്തോ സീനാണെന്ന് തോന്നട്ടല്ലേ? ഇത് അവളുടെ വല്ല സുഹൃത്ത് പോലെ ആയിരിക്കുള്ളൂടാ. നീ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ അങ്ങ് പോലെ ഇഷ്ടമല്ല എന്നെ. എടാ വലയും സുഹൃത്ത് വലയൊന്നും അല്ലട്ടോ, ഇത് വേറെന്തോ വലയോണെന്ന് തോന്നണം. നിന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല. എടി, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. നീ എന്ത് തേങ്ങ ആലോചിച്ചോണ്ടിരിക്കുന്നു? കണ്ടത് My kick is a punch to your face, no hints. You will bend down on your knees, broke your ribs. No luck for today. Got a punch back, got no time. Couple that for you did. Leave me alone, call your mama for your help. Test my skills and your wife for the help. One more, you gonna rise from the dead. Only with one punch and you're better off dead. Huh, huh.